യെരൂശലേമൻ ഇമ്പവീടേ എപ്പോൾ ഞാൻ വന്നു ചേരും. ധരണിയിലെ പാടും കേടും എപ്പോളിഞ്ഞൊഴിയും. ധരണിയിലെ പാടും കേടും എപ്പോളിഞ്ഞൊഴിയും. രാവുമന്ധകാരം വെയിൽ ശീതവുമങ്ങില്ലേ. രാവുമന്ധകാരം വെയിൽ ശീതവുമങ്ങില്ലേ.
നിൻ വാതിൽകളും മിന്നും മുത്തല്ലോ. യെരൂശലേമിൻ ഇമ്പവീടേ, എപ്പോൾ ഞാൻ വന്നു ചേരും. ധരണിയിലെ പാടും കേടും എപ്പോഴിഞ്ഞൊഴിയും. ധരണിയിലെ പാടും കേടും എപ്പോഴിഞ്ഞൊഴിയും. യെരൂശലേമൻ ഇമ്പവീടേ, എന്നു ഞാൻ വന്നു ചേരും. പരമരാജാവിൻ മഹത്വം അരികിൽ കണ്ടിടും. പരമരാജാവിൻ മഹത്വം അരികിൽ കണ്ടിടും. യെരൂശലേമിൻ ഇമ്പവീടേ, എപ്പോൾ ഞാൻ വന്നു ചേരും. ധരണിയിലെ പാടും കേടും എപ്പോഴിഞ്ഞൊഴിയും. ധരണിയിലെ പാടും കേടും എപ്പോഴിഞ്ഞൊഴിയും. ശ്രേഷ്ഠനാടകാവുകളും തോട്ടങ്ങളും എല്ലാം കാട്ടുവാനിടയില്ലാത്ത കൂട്ടമരങ്ങൾ. കാട്ടുവാനിടയില്ലാത്ത കൂട്ടമരങ്ങൾ. യെരൂശലേമിൻ ഇമ്പവീടേ, എപ്പോൾ ഞാൻ വന്നു ചേരും. ധരണിയിലെ പാടും കേടും എപ്പോഴിഞ്ഞൊഴിയും. ധരണിയിലെ പാടും കേടും എപ്പോഴിഞ്ഞൊഴിയും. ജീവനദി ഇമ്പശബ്ദം മേവിയതിലൂടെ പോവതും ഈരാറു വൃക്ഷം നിൽപ്പതും മൂടി. പോവതും ഈരാറു വൃക്ഷം നിൽപ്പതും മൂടി. ദൂതരും അങ്ങാർത്തു സദാ സ്വരമണ്ഡലം പാടി. നാഥനെ കൊണ്ടാടിടുന്ന ഗീതം
യെരൂശലേമിൻ അധിപനീശോ തിരുമുൻ ഞാൻ സ്തുതി പാടാം. വരും വരെയും അരികിൽ വാ ഇരിക്കണം നാഥ. വരും വരെയും അരികിൽ വാ ഇരിക്കണം നാഥ. യെരൂശലേമിൻ നിന്നവിടെ എപ്പോൾ ഞാൻ വന്നു ചേരും. ധരണിയിലെ പാടും കേടും എപ്പോഴിഞ്ഞൊഴിയും. ധരണിയിലെ പാടും കേടും എപ്പോഴിഞ്ഞൊഴിയും. ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവെൻ്റെ കയ്യിൽ തന്നാൽ സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ. ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവിൻ്റെ കയ്യിൽ തന്നാൽ സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ. ദോഷമായിട്ടൊന്നും എന്നോ എൻ്റെ താതൻ ചെയ്യുകയില്ല. എന്നെ അവൻ അടിച്ചാലും അവൻ എന്നെ സ്നേഹിക്കുന്നു. ദോഷമായിട്ടൊന്നും എന്നോ എൻ്റെ താതൻ ചെയ്യുകയില്ല. എന്നെ അവൻ അടിച്ചാലും അവൻ എന്നെ സ്നേഹിക്കുന്നു. കഷ്ടനഷ്ടമേറിയിടുമ്പോൾ ഭാഗ്യവാനായി തീരുന്നു ഞാൻ. കഷ്ടമേറ്റ കർത്താവോട് കൂട്ടാളിയായി തീരുന്നു ഞാൻ. കഷ്ടനഷ്ടമേറിയിടുമ്പോൾ ഭാഗ്യവാനായി തീരുന്നു ഞാൻ. കഷ്ടമേറ്റ കർത്താവോട് കൂട്ടാളിയായി തീരുന്നു ഞാൻ. ലോകസൗഖ്യം എന്തു തരും? ആത്മക്ലേശം അതിൻ ഫലം. സൗഭാഗ്യം
സൗഭാഗ്യമുള്ള ആത്മജീവൻ കഷ്ടതയാൽ വർദ്ധിക്കുന്നു. ലോകസൗഖ്യം എന്തു തരും? ആത്മക്ലേശം അതിൻ ഫലം. സൗഭാഗ്യമുള്ള ആത്മജീവൻ കഷ്ടതയാൽ വർദ്ധിക്കുന്നു. ജീവനത്തിൻ വമ്പു വേണ്ട, കാഴ്ചയുടെ ശോഭ വേണ്ട, കൂടാരത്തിൻ മൂടി പോലെ ക്രൂശിൻ നിറം മാത്രം മതി. ജീവനത്തിൻ വമ്പു വേണ്ട, കാഴ്ചയുടെ ശോഭ വേണ്ട, കൂടാരത്തിൻ മൂടി പോലെ ക്രൂശിൻ നിറം മാത്രം മതി. ഉള്ളിലെനിക്കെന്തു സുഖം, തേജസ്സേറും കെരൂബികൾ കൂടാരത്തിനകത്തുണ്ട്, ഷെക്കേനായും ഉണ്ടവിടെ. ഉള്ളിലെനിക്കെന്തു സുഖം, തേജസ്സേറും കെരൂബികൾ കൂടാരത്തിനകത്തുണ്ട്, ഷെക്കേനായും ഉണ്ടവിടെ. ഭക്തന്മാരാം സഹോദരർ വിളക്കുപോൽ കൂടെയുണ്ട്, പ്രാർത്ഥനയിൻ ധൂപമുണ്ട്, മേശമേലെൻ്റെ അപ്പമുണ്ട്. ഭക്തന്മാരാം സഹോദരർ വിളക്കുപോൽ കൂടെയുണ്ട്, പ്രാർത്ഥനയിൻ ധൂപമുണ്ട്, മേശമേലെൻ്റെ അപ്പമുണ്ട്. പ്രാകാരത്തിലെൻ്റെ മുമ്പിൽ യേശുവിനെ കാണുന്നു ഞാൻ, യാഗപീഠമവനത്രേ എന്നുമെൻ്റെ രക്ഷയവൻ. പ്രാകാരത്തിലെന്റെ മുൻപിൽ യേശുവിനെ കാണുന്നു ഞാൻ, യാഗപീഠമവനത്രേ എന്നുമെന്റെ രക്ഷയവൻ. ദിനം തോറും പുതുക്കുന്ന ശക്തി എന്നിൽ പകരുവാൻ,
സ്വച്ഛജലം വച്ചിട്ടുള്ള പിച്ചളത്തൊട്ടിയും ഉണ്ട്. ദിനം തോറും പുതുക്കുന്ന ശക്തി എന്നിൽ പകരുവാൻ സ്വച്ഛജലം വെച്ചിട്ടുള്ള പിച്ചളത്തൊട്ടിയുമുണ്ട്. ലോകത്തെ ഞാൻ ഓർക്കുന്നില്ല, കഷ്ടനഷ്ടം ഓർക്കുന്നില്ല. എപ്പോൾ എൻ്റെ കർത്താവിനെ ഒന്നു കാണാം എന്നേയുള്ളൂ. ലോകത്തെ ഞാൻ ഓർക്കുന്നില്ല, കഷ്ടനഷ്ടമോർക്കുന്നില്ല. എപ്പോൾ എൻ്റെ കർത്താവിനെ ഒന്നു കാണാമെന്നേയുള്ളൂ.
ആഗ്രഹിക്കുന്നു. കഷ്ടനഷ്ടമേറി വന്നാൽ ഭാഗ്യവാനായി തീരുന്നു ഞാൻ. കഷ്ടമേറ്റ കർത്താവോടു കൂട്ടാളിയായി തീരുന്നു ഞാൻ. ലോകസുഖമെന്തു തരും ആത്മക്ലേശമതിൻ ഫലം. സൗഭാഗ്യമുള്ള ആത്മജീവൻ കഷ്ടതയിൽ വർത്തിക്കുന്നു. ലോകത്തെ ഞാൻ ഓർക്കുന്നില്ല, കഷ്ടനഷ്ടമോർക്കുന്നില്ല. ഇപ്പോൾ എൻ്റെ കർത്താവിനെ ഒന്നു കാണാമെന്നേയുള്ളൂ. ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവിൻ്റെ കയ്യിൽ തന്നാൽ സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ. സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ. സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. എൻ സ്വദേശം കാൺമതിനായി ഞാൻ തനിയെ പോകുന്നു. സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. എൻ സ്വദേശം കാൺമതിനായി ഞാൻ തനിയെ പോകുന്നു. ആകെയൽപനേരം മാത്രം എന്റെ യാത്ര തീരുവാൻ, ആകെയര നാഴിക മാത്രം ഈ ഉടുപ്പു മാറ്റുവാൻ. സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. എൻ സ്വദേശം കാൺമതിനായി ഞാൻ തനിയെ പോകുന്നു. രാത്രിയിൽ ഞാൻ ദൈവത്തിൻ്റെ കൈകളിൽ ഉറങ്ങുന്നു. അപ്പോഴുമെൻ രഥത്തിൻ്റെ ചക്രം മുൻപോട്ടോടുന്നു. സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. എൻ സ്വദേശം കാൺമതിനായി ഞാൻ തനിയെ പോകുന്നു.
കരകളിൽ ഉണരുന്നു. അപ്പോഴുമെൻ മനസ്സിന്റെ സ്വപ്നം മുൻപോട്ടോടുന്നു. സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. എൻ സ്വദേശം കാൺമതിനായി ഞാൻ തനിയെ പോകുന്നു. ഈ പ്രപഞ്ച സുഖം തേടാൻ ഇപ്പോഴല്ല സമയം. എൻ സ്വദേശത്ത് ചെല്ലേണം, യേശുവിനെ കാണണം. സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. എൻ സ്വദേശം കാൺമതിനായി ഞാൻ തനിയെ പോകുന്നു. സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. എൻ സ്വദേശം കാൺമതിനായി ഞാൻ തനിയെ പോകുന്നു. സ്നേഹമുള്ള നിങ്ങളോട് ചൊല്ലിടുന്നു യാത്ര ഞാൻ. എൻ പിതാവിൻ പക്കലേക്ക് പോയിടുന്നു ഞാൻ മുതാ. സ്നേഹമുള്ള നിങ്ങളോട് ചൊല്ലിടുന്നു യാത്ര ഞാൻ. എൻ പിതാവിൻ പക്കലേക്ക് പോയിടുന്നു ഞാൻ മുതാ. ഊഴിയായ ദേഹവും മായയാകുന്ന ലോകവും വേർപിരിഞ്ഞു പോയിടും. നിത്യമന്ദിരത്തിൽ ഞാൻ. അല്ലൽ തെല്ലുമേശിടാത്ത ക്ലേശമേതുമേറ്റിടാത്ത ശാന്തി ഭൂമി പോകിടാൻ പോയിടുന്നു ഞാൻ മുതാ. വിശുദ്ധരൊത്തു വാഴുവാൻ ഈശനെ പുകഴ്ത്തുവാൻ ദൈവദൂതരൊത്തു നിത്യ ത്രിത്വഗീതി പാടുവാൻ.
എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരുന്നു. ഞങ്ങളുടെ വാഴ്ചപ്പെട്ട കർത്താവും ഞങ്ങളുടെ ദൈവവുമേ, നല്ല ശാന്തമായ സന്ധ്യയെങ്കിൽ അവിടുത്തെ തിരുമുഖത്തേക്ക് ഞങ്ങൾ നോക്കുകയാണ്. ജീവിതത്തിൻ്റെ ജനനം മുതൽ ജീവിതത്തിൻ്റെ എല്ലാ നാളുകളിലും ജീവിതത്തിൻ്റെ അവസാന നിമിഷം വരെ ദൈവകൃപയുടെ സാന്നിധ്യം ഞങ്ങൾക്ക് തന്ന് ഞങ്ങളെ ഈ ലോകത്തിൽ നയിക്കുന്ന വലിയ കൃപകൾക്കായിട്ട് ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ സമയമാകുമ്പോൾ നീ ഞങ്ങളെ വിളിച്ച് വേർതിരിച്ച് അവിടുത്തെ സന്നിധിയിലേക്ക് ചേർക്കുന്ന ദൈവമാകിയാൽ സ്തോത്രം ചെയ്യുന്നു. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. എന്നിൽ വിശ്വസിപ്പീൻ, ദൈവത്തിൽ വിശ്വസിപ്പീൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ പോയി വാസസ്ഥലം ഒരുക്കി കഴിയുമ്പോൾ നിങ്ങളെയും വന്ന് ചേർത്തുകൊള്ളും എന്നുള്ളത് ശിഷ്യന്മാരോട് യേശു നൽകിയതായ വലിയ വാഗ്ദത്തമാകുന്നുവല്ലോ. അതിൻ്റെ ഒരു വലിയ പൂർത്തീകരണമാകുന്നുവല്ലോ ഈ നാളുകളിൽ കർത്താവെ ഞങ്ങൾ കാണുകയും ഞങ്ങൾ അനുഭവിക്കുകയും ചെയ്തത്. ദൈവകൃപയുടെ നിറവിൽ നീ ഞങ്ങളെയൊക്കെയും നിലനിർത്തുകയും പരിപാലിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയ മാത്യു ജോർജിൻ്റെ വേർപാടിൽ ദുഃഖത്തിലും പ്രയാസത്തിലുമായിരിക്കുന്ന കുടുംബാംഗങ്ങളെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് ഞങ്ങളെ പ്രാർത്ഥിക്കുന്നു. പ്രിയ ദാസിയെ, വല്യമാമയെ പ്രത്യേകിച്ച് ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. ഈ നിമിഷങ്ങളിൽ, ഈ ദിവസങ്ങളിൽ ദൈവകൃപയുടെ സാന്നിധ്യത്താൽ നിറയ്ക്കുകയും പരിപാലിക്കുകയും ചെയ്യണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഈ സന്ധ്യയെങ്കിൽ ഞങ്ങൾ ഒരുമിച്ച് ഇവിടെ ആയിരിക്കുമ്പോൾ ധാരാളം അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് നൽകി തന്ന് പ്രത്യാശയുടെ കർത്താവ്യ അനുഭവങ്ങൾ ഞങ്ങൾക്ക് നൽകി തന്ന് ഞങ്ങളുടെ കണ്ണുനീര് പ്രത്യാശയിലൂടെ ഞങ്ങളുടെ ഭാവിയെ കാണുന്ന ഒരു അനുഭവമായി തീരുവാൻ സഹായിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. പ്രിയ ജോർജിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നിന്റെ മകനായിരിക്കുന്ന സ്ഥാനങ്ങളിൽ അവിടുത്തെ കൃപയിലെ നിലനിർത്തുകയും പരിപാലിക്കുകയും ശക്തീകരിക്കുകയും സഹായിക്കുകയും ചെയ്യണമേ. മേരിയെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നിന്റെ മകളുടെ കണ്ണിൽ നിന്ന് കണ്ണീരിനെ നീ മാറ്റണമേ. ഈ ദിവസങ്ങളിൽ ദൈവകൃപ ധാരാളം അനുഭവിച്ചറിയുവാൻ നിന്റെ മകളെ നീ സഹായിക്കണമേ. ബന്ധുമിത്രാദികളായിട്ട് പ്രിയപ്പെട്ടവരായിട്ട് ഈ സന്ധ്യയെങ്കിൽ ഇവിടെ ആയിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദിവ്യമായ ആലോചനയാൽ, ദിവ്യമായ പരിപാലനത്താൽ ഓരോരുത്തരെയും നിലനിർത്തുകയും പരിപാലിക്കുകയും ചെയ്യണമേ. പാടുവാനും പ്രാർത്ഥിക്കുവാനും പ്രത്യാശയുടെ സന്ദേശങ്ങൾ കേൾക്കുവാനും ഞങ്ങളുടെ ജീവിതത്തെ ക്രമീകരിക്കുവാനും ഇവിടെ ആയിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും പ്രത്യേകിച്ച് ഈ മണിക്കൂറുകളിൽ ഈ ഫ്യൂണറൽ ഹോമിൽ വന്ന് കടന്നു പോകുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും സഹായിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. മരണം ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു യാഥാർത്ഥ്യമാകുന്നു. ആ മരണത്തെ അഭിമുഖീകരിക്കുവാനായിട്ടുള്ളതായ ഒരുക്കമാണല്ലോ ഈ ലോകത്തിൽ ഞങ്ങൾക്ക് ഓരോരുത്തരും ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. ഞങ്ങൾ ഒരുക്കമുള്ളവരായി തീരുവാൻ ഓരോ ജീവിത അനുഭവങ്ങളും ഞങ്ങളോട് ഓർപ്പിക്കുകയാണല്ലോ. ദൈവകൃപയിൽ ഈ ദിവസങ്ങളിൽ പ്രിയ കുടുംബാംഗങ്ങളെ നീ പരിപാലിക്കുകയും സഹായിക്കുകയും ചെയ്യണമേ. ഇവിടെയായിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും ബലപ്പെടുത്തിക്കാട്ടെ, ശക്തീകരിച്ചാട്ടെ. മാറ്റമില്ലാത്ത ദൈവകൃപയുടെ മറവിൽ നിന്റെ മക്കളെ നിലനിർത്തണമേ. പാടുവാനും പ്രാർത്ഥിക്കുവാനും ഒക്കെ ആരംഭിക്കുന്നു. എല്ലാവരെയും നീ ബലപ്പെടുത്തിക്കാട്ടെ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥനകളെ കേൾക്കുമാറാകണമേ. ആമീൻ.
പാനപാത്രം കർത്താവിന്റെ കയ്യിൽ തന്ന സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ. സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ. എന്നെ ദാനം ചെയ്യയില്ല, എന്നെ അവനടിച്ചാലും അവൻ എന്നെ സ്നേഹിക്കുന്നു. എന്നെ അവനടിച്ചാലും അവൻ എന്നെ സ്നേഹിക്കുന്നു. കഷ്ടനഷ്ടമേറി വന്ന ഭാഗ്യവാനായി തീരുന്നു ഞാൻ. കഷ്ടമേറ്റ കർത്താവോടു കൂട്ടാളിയായി തീരുന്നു ഞാൻ. കഷ്ടമേറ്റ കർത്താവോടു കൂട്ടാളിയായി തീരുന്നു ഞാൻ. ലോകസുഖമെന്തു തരും, ആത്മക്ലേശമതിൻ ഫലം, സൗഭാഗ്യമുള്ള ജീവൻ കഷ്ടതയിൽ വർദ്ധിക്കുന്നു. സൗഭാഗ്യമുള്ള ജീവൻ കഷ്ടതയിൽ വർദ്ധിക്കുന്നു. ജീവനത്തിൽ പങ്കു വേണ്ട, കാഴ്ചയുടെ ശോഭ വേണ്ട, കൂടാരത്തിൻ മുടി പോലെ ക്രൂശിൻ നിറം മാത്രം മതി. കൂടാരത്തിൻ മുടി പോലെ ക്രൂശിൻ നിറം മാത്രം മതി. എനിക്കെന്തു സുഖം, തേജസ്സേറും കേറുബുകൾ കൂടാരത്തിനകത്തുണ്ട്. ശക്തിനായും ഉണ്ടാവിടെ, കൂടാരത്തിനകത്തുണ്ട്. ശക്തിനായും ഉണ്ടാവിടെ. ഭക്തന്മാരൻ സഹോദരൻ വിളക്കുപോൽ കൂടെയുണ്ട്. പ്രാർത്ഥന
നോക്കി ചെയ്യും ഞാൻ യേശുവിനാ ജീവൻ വച്ചിടൂ രക്ഷകനാ അന്യശ്വാസം വരെയും യാത്ര ചെയ്യൂ നോക്കി യുദ്ധം ചെയ്യും ഞാൻ യേശുവിനാ ജീവൻ വച്ചിടൂ രക്ഷകനാ അന്യശ്വാസം വരെയും യാത്ര ചെയ്യൂ നോക്കി യുദ്ധം ചെയ്യും ഞാൻ യേശുവിനാ ജീവൻ വച്ചിടൂ രക്ഷകനാ അന്യശ്വാസം വരെയും അപ്പം ഞാൻ തിന്നാലും കഷ്ടത്തിൽ കണ്ണൂരിൽ കുടിച്ചെന്നാലും ദേവി ദുഃഖത്താൽ ക്ഷയിച്ചെന്നാലും എല്ലാം പ്രതികൂലമായെന്നാലും യാത്ര ചെയ്യൂ നോക്കി യുദ്ധം ചെയ്യും ഞാൻ യേശുവിനാ ജീവൻ വച്ചിടൂ രക്ഷകനാ അന്യശ്വാസം വരെയും യേശുവിനർപ്പിച്ചിട്ട് അക്കരെ നാട്ടിൽ ഞാൻ എത്തിടുമ്പോൾ ശുദ്ധപാടും നിൻകടൽ തീരത്തിൽ യേശുവിൻ പൊന്മുഖം മുത്തിടും ഞാൻ യാത്ര ചെയ്യൂ നോക്കി യുദ്ധം ചെയ്യും ഞാൻ യേശുവിനാ ജീവൻ വച്ചിടൂ രക്ഷകനാ അന്യശ്വാസം വരെയും
വിശ്വാസ കപ്പലിലോടിയിട്ട് വിദ്യാപീഠമൊന്നുണ്ടാവിടെയെത്തി ഭക്തരോടുകൂടെ വിശ്രമിപ്പാൻ യാത്ര ചെയ്യും ഞാൻ ക്രൂശെ നോക്കി യുദ്ധം ചെയ്യും ഞാൻ യേശുവിനായി ജീവൻ വച്ചിടും രക്ഷകനായി അന്യശ്വാസം വരെയും കാലം കഴിയുന്ന നാൾ പോയി കർത്താവിൻ വരവു സമീപമായി മഹത്വനാമത്തെ കീർത്തിപ്പാനായി ശക്തീകരിക്കാതിൻ ആത്മാവിനായി യാത്ര ചെയ്യും ഞാൻ ക്രൂശെ നോക്കി യുദ്ധം ചെയ്യും ഞാൻ യേശുവിനായി ജീവൻ വച്ചിടും രക്ഷകനായി അന്ത്യശ്വാസം വരെയും. May I request Stanley Matthew to read the Bible portion. Stanley Matthew. Portion is from Psalm 19. The heavens declare the glory of God. The sky above proclaims His handiwork. Day to day pours out speech, and night to night reveals knowledge. There is no speech nor are there words whose voice is not heard. Their voice goes out through all the earth, and the words to the end of the world. In them He has set a tent for the sun, which comes out like a bridegroom or bridegroom, leaving his chamber like a strong man runs its course with joy. Its rising is from the end of the heavens, and its circuit to the end of them. There is nothing hidden from its heat. The law of the Lord is perfect, reviving the soul. The testimony of the Lord is sure, making wise the simple. Precepts of the Lord are right, rejoicing the heart. The commandment of the Lord is pure, enlightening the eyes. Fear of the Lord is clean, enduring forever. The rules of the Lord are true and righteous altogether. More to be desired are they than gold, even much fine gold, sweeter also than honey, the drippings of the honeycomb. Moreover, by them is your servant warned. In keeping them there is great reward. Who can discern his errors? Declare me innocent from hidden faults. Keep back your servant also from presumptuous sins. Let them not have dominion over me. Then I shall be blameless and innocent of great transgression. Let the words of my mouth and the meditation of my heart be acceptable in your sight, O Lord, my rock and my redeemer. May I request Mr. Alvin Yuelin for the condolence message. Mr. Alvin. I'm sorry, it was caught me by surprise. I wasn't expecting to speak tonight. I know Matthew for about 17 years. When I started my job at DOT, Department of Transportation, he was my first supervisor. And Matthew took me in as if I were family from day one. He taught me the right way. He always spoke to me politely. He would always pull me to the side if anything was going on. Over the years, I moved up
Matthew was always there. I just found out recently, speaking to him about maybe within the last month, one of my first promotions, he got it for me. He went in, he spoke to the boss, and he made me a supervisor. Later on, I became his boss. And I always took care of Matthew, and we returned the favor. Even through all of his illness, we were always there. My coworker Rudy, Joey, we'd always go, we'd see him, we'd speak with him, and Matthew was always upbeat. And whenever he would talk negative, I'd make sure I tell him, no, you're coming back to work next week, next month, whatever it is. I have nothing but good memories. When his daughter called me, I dropped a tear, and I'm a manly man. I don't cry for much, but when I was asked to be a part of this ceremony, it definitely touched me, and I'm glad to be here in front of you guys. God bless Matthew. He was definitely an inspirational part of my life. And that's it. Thank you.
The reading is taken from 1 Corinthians 15:50-58. I tell you this, brothers, flesh and blood cannot inherit the kingdom of God, nor does the perishable inherit the imperishable. Behold, I tell you a mystery. We shall not all sleep, but we shall all be changed. In a moment, in the twinkling of an eye, at the last trumpet. For the trumpet will sound, and the dead will be raised imperishable, and we shall be changed. For this perishable body must put on the imperishable, and this mortal body must put on immortality. When the perishable puts on the imperishable, and the mortal puts on immortality, then shall come to pass the saying that it is written, Death is swallowed up in victory. O death, where is your victory? O death, where is your sting? The sting of death is sin, and the power of sin is the law. But thanks be to God, who gives us victory through our Lord Jesus Christ. Therefore, my beloved brothers, be steadfast, immovable, always abounding in the work of the Lord, knowing that in the Lord your labor is not in vain. I request Pastor George. നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ലേഖനത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു, വെളിപ്പാട് പുസ്തകത്തിൽ ഇങ്ങനെ വായിക്കുന്നു, ഇന്നു മുതൽ കർത്താവിൽ മരിക്കുന്ന വൃദ്ധന്മാർ ഭാഗ്യവാന്മാർ. കർത്താവിൽ മരിക്കുക എന്നുള്ളത് ഭാഗ്യകരമായ ഒരവസ്ഥയാണ്. ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ച എല്ലാവർക്കെക്കുറിച്ചും അങ്ങനെ പറയുവാനായിട്ട് സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാൽ കർത്താവിനോട് അനുസരിച്ച് നടക്കുകയും കർത്താവിനോട് ചേർന്ന് നടക്കുകയും ചെയ്യുന്ന ഏതൊരു വ്യക്തിയെക്കുറിച്ചും മരണസമയത്ത് ധൈര്യത്തോടെ നമുക്ക് പറയുവാൻ സാധിക്കും, ആ പ്രത്യേക വ്യക്തി കർത്താവിൽ മരിച്ചുവെന്ന്. ജെയിംസ് ചാനെക്കുറിച്ച് വളരെ സന്തോഷത്തോടുകൂടി ഇന്ന് എനിക്ക് പറയുവാനായിട്ട് സാധിക്കും. ജെയിംസ് ചാൻ കർത്താവിൽ നിദ്ര പ്രാപിച്ചുവെന്ന് പറയുന്നതിൽ വളരെ പ്രാഗൽഭ്യവും സന്തോഷവുമുണ്ട്. ജെയിംസ് ചാനെയും ലിലിമാമയും 10-30 വർഷം മുമ്പ് ഞങ്ങൾക്കും എൻ്റെ വൈഫിനും കുടുംബമായിട്ട് അറിയാവുന്നതാണ്. എന്നാൽ ഇടവേളകളിൽ വളരെ ഒത്തിരി നാൾ കോണ്ടാക്റ്റില്ലായിരുന്നു, വലിയ ബന്ധങ്ങളില്ലായിരുന്നു. എന്നാൽ ഏതാണ്ട് 3-3.5 വർഷങ്ങൾക്ക് മുമ്പ് വളരെ യാദൃച്ഛികമായിട്ടൊരു സ്ഥലത്ത് വെച്ച് ജെയിംസിനെ കണ്ടുമുട്ടുവാനായിട്ടിടയായിത്തീർന്നു. വളരെ യാദൃച്ഛികമായിട്ട് പ്രതീക്ഷിക്കാത്തൊരു സ്ഥലത്ത് വെച്ച് കണ്ടുമുട്ടുവാനിടയായിത്തീർന്നു. അവിടെ വെച്ച് സംസാരിക്കുവാനും ആ പരിചയം പുതുക്കുവാനൊക്കെ ഇടയായിത്തീർന്നു. ആ പരിചയം പുതുക്കുകയും ആ സ്നേഹബന്ധം അന്നു മുതൽ ഇന്ന് വരെ തുടരുവാനായിട്ട്, വളരെ ആത്മാർത്ഥമായിട്ട് തുടരുവാനായിട്ട് സാധിച്ചു എന്നുള്ളതിൽ വളരെ സന്തോഷമുണ്ട്. അന്ന് കണ്ടുമുട്ടിയ സമയം മുതൽ വളരെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുവാനും വളരെ കാര്യങ്ങൾ ഷെയർ ചെയ്യുവാനൊക്കെ ഇടയായി. ഞങ്ങളുടെ ഭവനത്തിൽ ഒരു നോൺ ഡിനോമിനേഷണലായിട്ടുള്ള ഒരു പ്രയർ ഗ്രൂപ്പ്, എല്ലാ ക്രിസ്തീയ ഡിനോമിനേഷനിലുള്ളതായ ആൾക്കാരെ കടന്നുവിടുന്ന ഒരു പ്രയർ ഗ്രൂപ്പുണ്ട്. ആ പ്രയർ ഗ്രൂപ്പിലേക്ക് ക്ഷണിക്കുവാനും ജെയിംസ് ചാൻ അവിടെ കടന്നു വരുവാനും ഇടയായിത്തീർന്നു. അന്ന് മുതൽ ഈ മരിക്കുന്നതിൻ്റെ 2 ആഴ്ച മുമ്പ് വരെ ഞങ്ങളോട് ചേർന്ന് ദൈവത്തെ ആരാധിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു എന്ന് പറയുന്നതിൽ വളരെ സന്തോഷമുണ്ട്.
കർത്താവിനെ അനുസരിച്ച് ജീവിപ്പാനും കർത്താവിനുള്ള പ്രത്യാശയോടെ ജീവിപ്പാനും യേശുവിൻ്റെ മകനായിട്ട് ജീവിപ്പാനും ജെയിംസ് ചാന് സാധിച്ചു. തൻ്റെ ജീവിതത്തിൻ്റെ അവസാന വേളകളിൽ തീർച്ചയായിട്ടും സാധിച്ചു എന്ന് പറയുന്നതിൽ വളരെ സന്തോഷം ഉണ്ട്. ഞങ്ങളുടെ പ്രേ ഗ്രൂപ്പിൻ്റെ വളരെ ഒരു നല്ല സപ്പോർട്ടറായിരുന്നു. കഴിഞ്ഞ 1.5 വർഷം മുമ്പ് ആ പ്രേ ഗ്രൂപ്പിനോടുള്ള ബന്ധത്തിൽ സൺഡേയിൽ ഒരു ഈവനിങ്ങിൽ ഒരു മീറ്റിംഗ് ആരംഭിക്കുവാനിടയായി തീർന്നു. അതിന് എല്ലാ ആഴ്ചയിലും ഒരു ദിവസം പോലും മുടങ്ങാതെ വരികയും സംവദിക്കുകയും, അല്ല വേറൊരു ഭാഷയിൽ പറഞ്ഞാൽ ആ പ്രേ ഗ്രൂപ്പിൻ്റെ ഒരു ഫൗണ്ടിങ് മെമ്പറായിട്ട് ആയിരുന്നു ജെയിംസ് ചാൻ എന്ന് പറയുന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഈ അങ്ങനെയുള്ള ആത്മീയമായ രീതിയിൽ വളർന്നു വരുന്ന കാണുവാനായിട്ട് സാധിച്ചതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവ് തൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന ആ സുപ്രഭാതത്തിൽ ആ പൊൻപുരിയിലല്ല ജെയിംസ് ചാനെ തീർച്ചയായും ഈ ശരീരത്തോടുകൂടിയല്ല തേജസ്സുള്ള ശരീരത്തോടുകൂടി കാണാമെന്ന് ഞാൻ തീർച്ചയായിട്ടും വിശ്വസിക്കുന്നു. ആ പ്രത്യാശയോടെ ജെയിംസ് ചാനോട് വിടവാകുന്നു. ഞങ്ങളുടെ പ്രേയർ സെൻ്റർ നാമത്തിൽ ക്രിസ്ത്യൻ പ്രേയർ സെൻ്ററിൻ്റെ നാമത്തിലുള്ളതായ എല്ലാ ദുഃഖവും അനുശോചനവും ഈ സമയത്ത് ലിലിമാമയോടും കുഞ്ഞുങ്ങളോടും അറിയിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ടവരോടും അറിയിക്കുന്നു. ദൈവമായ കർത്താവ് തൻ്റെ ദിവ്യമായ ആശ്വാസം കൊണ്ട് സകല ബുദ്ധിയും കഴിയുന്ന ദൈവികമായ സമാധാനം നമ്മുടെ എല്ലാവരുടെയും ഹൃദയങ്ങളിൽ നിറയ്ക്കുമാറാകട്ടെ. ഈ പ്രത്യാശയോടുകൂടി ഈ ധൈര്യത്തോടുകൂടി നമുക്ക് ഓരോരുത്തരും, എന്നെ കേൾക്കുന്ന ഓരോരുത്തരും യേശുവിനുള്ള വിശ്വാസത്തോടുകൂടി യേശുവിനെ മാത്രം പരിഗണിച്ചുകൊണ്ട് യേശുവിനെ മാത്രം പിൻവലിച്ചുകൊണ്ട് ജീവിപ്പാൻ നമുക്ക് എല്ലാവർക്കും സർവേശ്വരൻ കൃപ തരട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മളെ സഹായിക്കട്ടെ.
ഇന്നും പാഠഭാഗമായി മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 37 മുതൽ 51 വരെ. St. Matthew chapter 24 verse 37 to 51. നോഹയുടെ കാലം പോലെ തന്നെ മനുഷ്യപുത്രന്റെ വരവും ആകും. ജലപ്രളയത്തിനു മുമ്പുള്ള കാലത്ത് നോഹ പെട്ടകത്തിൽ കയറുന്നാൾ വരെ അവൻ തിന്നും കുടിച്ചും വിഭാഗം കഴിച്ചും വിഭാഗത്തിന് കൊടുത്തും പോന്നു. ജലപ്രളയം വന്നു എല്ലാവരെയും നീക്കളവോളം അവൻ അറിഞ്ഞതുമില്ല. മനുഷ്യപുത്രന്റെ വരവ് അങ്ങനെ തന്നെ ആകുന്നു. അന്ന് രണ്ടുപേർ വയലിലിരിക്കും, ഒരുത്തനെ കൈക്കൊള്ളും, മറ്റവനെ ഉപേക്ഷിക്കും. രണ്ടുപേർ തിരുക്കല്ലിൽ പൊടിച്ചുകൊണ്ടിരിക്കും, ഒരുത്തനെ കൈക്കൊള്ളും, മറ്റവളെ ഉപേക്ഷിക്കും. നിങ്ങളുടെ കർത്താവ് ഏത് ദിവസത്തിൽ വരുന്നു എന്ന് നിങ്ങൾ അറിയായിക്കൊണ്ട് ഉണർന്നിരിക്കും. കള്ളൻ വരുന്ന യാമം ഇന്ന് തന്നെ വീട്ടുടൻ അറിഞ്ഞ് എങ്കിൽ അവൻ ഉണർന്നിരിക്കും, തൻ്റെ വീട് തുറക്കുവാൻ സമ്മതിക്കാതിരിക്കുകയും ചെയ്യും എന്ന് അറിയുന്നുവല്ലോ. അങ്ങനെ നിങ്ങൾ നനയ്ക്കാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നതുകൊണ്ട് നിങ്ങളും ഒരുങ്ങിയിരിക്കും. എന്നാൽ യജമാനൻ തൻ്റെ വീട്ടുകാർക്ക് തത്സമയത്ത് ഭക്ഷണം കൊടുക്കേണ്ടതിന് അവരുടെ മേൽ ആക്കിവെച്ച വിശ്വസ്തനും ബുദ്ധിമാനുമായ ദാസൻ ആ യജമാനം വരുമ്പോൾ അങ്ങനെ ചെയ്തു കാണുന്ന ദാസൻ ഭാഗ്യവാൻ. അവനെ തനിക്കുള്ള സകലത്തിന്മേലും യജമാനാക്കി വെക്കും എന്ന് ഞാൻ സത്യമായിട്ടും നിങ്ങളോട് പറയുന്നു. എന്നാൽ അവൻ ദുഷ്ടദാസനായി യജമാനൻ വരുന്നത് താമസിക്കുമെന്ന് ഹൃദയം കൊണ്ട് പറഞ്ഞ് കൂട്ടുദാസന്മാരെ അടിപ്പാനും കുടിയന്മാരോടുകൂടെ പിന്നെ കുടിപ്പാനും തുടങ്ങിയാൽ ആ ദാസൻ നിരൂപിക്കാത്ത നാളിൽ അറിയാത്ത നാഴികയിലും യജമാനം വന്ന് അവനെ ദണ്ഡിപ്പിച്ച് അവനെ കപടഭക്തിക്കാരുടെ കൂടെ പങ്കു കൽപ്പിക്കും. അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും. Condolence message by Mr. Alex, New Jersey Marthoma Church. Mr. Alex. ബഹുമാനപ്പെട്ട അച്ഛൻ, ദുഃഖാർത്തരായ കുടുംബാംഗങ്ങളെ, പ്രിയമുള്ളവർ, ഞാൻ ഇന്ന് എന്തെങ്കിലും പറയണമെന്നുള്ള ആഗ്രഹത്തിൽ വന്നതല്ല. എന്നാൽ ഇവിടെ വന്നപ്പോൾ പറയാതെ ഇരിക്കാനായിട്ട് നിർവാഹമില്ലാത്തൊരനുഭവമായി. പ്രിയപ്പെട്ട ജെയിംസും ഞാനും നാട്ടിൽ അയൽവക്കക്കാരാണ്. അയൽവക്കം എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ രണ്ടുപേരുടെയും വീടുകൾ മുഖാമുഖം നോക്കിയിരിക്കുക. ഇടയ്ക്ക് ഒരു വഴി മാത്രം. ഒരു വഴിയുടെ അപ്പുറം ജെയിംസിൻ്റെ വീട്, വഴിയുടെ ഇപ്പുറം എൻ്റെ വീട്. ഈ ഭവനത്തെക്കുറിച്ച് പറയുമ്പോൾ ഇവിടെ ഇപ്പോൾ എനിക്ക് മുമ്പ് ഒരു പാസ്റ്റർ സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞു ക്രിസ്തുവിൽ നിദ്ര പ്രാപിച്ചുവെന്ന്. അതങ്ങനെ ആകാതെ ഇരിക്കാൻ തരമില്ല. അതിനൊരു കാരണം ഞാൻ പറയാം. നെടുവേലിൽ മാരാമൺ നെടുവേലിൽ കുടുംബം എന്ന് പറയുന്നത് ക്രിസ്തീയ സാക്ഷ്യത്തിന് അനുഭവമാക്കപ്പെട്ട ഒരു ഭവനമാണ്. അവിടെ ഒരു ഉപദേശി ഉണ്ടായിരുന്നു, ഞങ്ങളൊക്കെ വിളിക്കുന്ന അപ്പച്ചൻ, കുഞ്ഞച്ചൻ ഉപദേശി, ജെയിംസിൻ്റെ വലിയപ്പൻ. മാർത്തോമാ സഭയിൽ ഓടി നടന്ന്, അന്ന് വണ്ടിയില്ല അധികം, അദ്ദേഹം സുവിശേഷം പ്രസംഗിക്കുന്നതിന് വേണ്ടി ഓടി നടന്ന് ജീവിതം ചെലവഴിച്ച ഒരു മാന്യ മനുഷ്യനായിരുന്നു. അദ്ദേഹത്തിൻ്റെ കൊച്ചുമകനാണിത്. ജെയിംസിൻ്റെ അപ്പൻ, പിതാവ്, ഒരു ഹൈസ്കൂൾ അധ്യാപകനാകുന്നതിന് വേണ്ടി ഹിന്ദി പഠിച്ച് പോയി. ഒന്നുകൂടി പരീക്ഷയുടെ പാസ്സായിരുന്നെങ്കിൽ അധ്യാപകനാകാൻ കഴിയുമായിരുന്നു. പക്ഷേ അദ്ദേഹം വിശാരദ വരെ പാസ്സായുള്ളൂ. പിന്നീട് അദ്ദേഹം കാർഷിക വൃത്തിയിലേക്ക് തിരിഞ്ഞു. അദ്ദേഹത്തിന് ആ ദുഃഖം എന്നും ഉണ്ടായിരുന്നു. അമ്മ മേരിക്കുട്ടി കൊച്ചമ്മ എന്നാണ് നാട്ടുകാർ വിളിച്ചത്. എൻ്റെ തോന്നലനുസരിച്ച് 35 വർഷം സൺഡേ സ്കൂൾ പഠിപ്പിച്ചു. അതിൽ കൂടുതലാണെങ്കിലേ ഉള്ളൂ. മാരാമൺ പ്രദേശത്ത് നെടുവേലിൽ കൊച്ചമ്മയുടെ സൺഡേ സ്കൂൾ ശിഷ്യരായ അല്ലാത്തവർ ഉണ്ടോ എന്ന് സംശയമാണ്. ഞങ്ങളെല്ലാം പഠിപ്പിച്ചതാണ്. അന്ന് കൊച്ചു ബെഞ്ചുകളുണ്ട് അവിടെ പള്ളിക്കൂടത്തിൽ. ബെഞ്ചിലിരിക്കില്ല, തടുക്കുപായ എടുത്തുകൊണ്ട് പോയി ഇട്ട് അതിലിരുത്തി പറയും, മക്കളെ ഇതിലിരുന്ന് പഠിച്ചെങ്കിലേ താഴ്മയുണ്ടാവുള്ളൂ.
സേവിയാ സംഘം പ്രാർത്ഥനക്കൂട്ടം മാരാമൺ മാർത്തോമ പള്ളി മാർത്തോമ സഭയിലെ ഏറ്റവും വലിയ പള്ളിയാണ്. ആ പള്ളി എവിടെയെല്ലാം സേവിയാ സംഘത്തിൻ്റെ മീറ്റിംഗ് ഉണ്ടോ അവിടെയെല്ലാം മേൽക്കുട്ടിക്കൊച്ചുമ്മയുണ്ട്. അങ്ങനെ സാക്ഷ്യത്തിൽ അനുഭവത്തിൽ വളർത്തിയെടുത്ത ഒരു മനുഷ്യൻ കർത്താവിലല്ലാതെ നിദ്ര പ്രാപിക്കുവാൻ സാധ്യമല്ലേ അല്ല. മൂത്ത സഹോദരിയായിരുന്നു മേഴ്സി, ഷിക്കാഗോയിൽ കടന്നുപോയി. കുഞ്ഞുമൽച്ചാൻ ഇവിടെയുണ്ട്, ഞങ്ങൾ സംസാരിച്ചു. രണ്ടാമത്തത് ആലിസ്, റോച്ചസ്റ്റർ, ഭർത്താവ് കടന്നുപോയി. ജെയിംസ്, സാംകുട്ടി, ഗ്രേസ്. ജെയിംസിനെ പറ്റി പറയുമ്പോൾ എൻ്റെ ഓർമ്മയിൽ വരുന്നത്, ജെയിംസ് എനിക്ക് 1 വർഷം സീനിയറായി പഠിച്ചതാണ്. ജെയിംസ് എനിക്ക് 3 വർഷം മുമ്പ് ബിലായിലെത്തി. ഞാൻ കറങ്ങിത്തിരിഞ്ഞ ബിലായിലെത്തുന്ന സമയത്ത് എനിക്ക് അവിടെ ആരും ഉണ്ടായിരുന്നില്ല. ക്രിസ്തുവിൻ്റെ ജനനത്തിങ്കൽ വാനിൽ നക്ഷത്രം ഉദിച്ചതുപോലെ ഒരു ദിവസം ജെയിംസിനെ ഞാൻ കണ്ടുമുട്ടി. പിന്നീട് ഞാൻ അവിടം വിട്ട് 2 വർഷത്തിന് ശേഷം പോരുന്നത് വരെ എനിക്ക് വേണ്ടുന്ന എല്ലാ സഹായങ്ങളും ചെയ്ത് ഒരു സഹോദരനെ പോലെ കഴിഞ്ഞ വ്യക്തിയാണ് ജെയിംസ്. അത് മറക്കാവുന്നൊരു വിഷയമല്ല. ഒരിക്കൽ 1978 ഞങ്ങൾ 3-4 കൂട്ടുകാരും കൂടി ബിലായിൽ ഹൗസിംഗ് കോളനിയിൽ വെച്ച് ഓണം ആഘോഷിക്കാനായിട്ട് ആഗ്രഹിച്ചു. ഞങ്ങൾ തമ്മിൽ ആലോചിച്ചു, എന്താ അവിടെ ഉപ്പേരി വറക്കാനും പരിപ്പ് കാച്ചാനും ഒന്നും ഞങ്ങൾക്ക് നിർവാഹമില്ല, എല്ലാം ബാച്ചിലേഴ്സാണ്. ഒടുവിൽ ഞങ്ങൾ ആശയത്തിലെത്തി, നമുക്കൊരു കാര്യം ചെയ്യാം. ജെയിംസ് ആയിരുന്നു എൻ്റെ പ്രധാന ചുക്കാൻ പിടിച്ച് ദോശയും ചമ്മന്തിയും ഹലുവയും ഉണ്ടാക്കാം. അവിടെ എവിടെ വാഴയുടെ ഇല കിട്ടാനാണ്, അതും ജെയിംസ് സംഘടിപ്പിച്ചു. ആരുടെയോ മലയാളിയുടെ വളപ്പിൽ നിന്ന് വാഴയുടെ ഇല കീറിക്കൊണ്ടുപോകും. അങ്ങനെ ഞങ്ങൾ ഓണം ആഘോഷിച്ചു. എനിക്ക് 1 വർഷം മുമ്പ് ജെയിംസ് അമേരിക്കയിലേക്ക് എത്തി. ഇവിടെ പാർപ്പാരംഭിച്ചു. വന്നു കഴിഞ്ഞിട്ടും ചില വിഷയങ്ങളിലൊക്കെ സംസാരിക്കുമായിരുന്നു, അത്യാവശ്യമുള്ളതൊക്കെ. ഇപ്പോൾ യാഥാർത്ഥ്യമായി ജെയിംസ് കർത്താവിൽ നിദ്ര പ്രാപിച്ചു. എനിക്ക് സമയത്ത് 3 ചിന്തകളാണ് എൻ്റെ മനസ്സിൽ കൂടി കടന്നു വരുന്നത്. പഴയ നിയമകാലത്ത് മരണവും മരണാനന്തര അനുഭവങ്ങളെക്കുറിച്ച് വലിയ ദർശനമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ചില ഹൈലൈറ്റ്സ് ഉണ്ടായിരുന്നു. അതിൽ 3 പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കട്ടെ. ഒന്ന്, നമ്മുടെ പൂർവ്വപിതാക്കളായ അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ് എന്നിവരെ പറ്റി നാം വേദ പഠനം നടത്തുന്ന സമയത്ത് വളരെ സ്പെസിഫിക്കായി പറയുന്ന ഒരു കാര്യമുണ്ട്. അവർ കൂടാരവാസികളായിരുന്നു. കൂടാരം എന്ന് പറയുമ്പോൾ അറിയാൻ ടെൻറ്റ്, ഒരു സ്ഥലത്തു നിന്ന് മറ്റു സ്ഥലത്തേക്ക് ബുദ്ധിമുട്ട് കൂടാതെ അഴിച്ചുകൊണ്ട് പോകാവുന്നതും അവിടെ ചെന്ന് വേഗത്തിൽ ഉറപ്പിക്കാവുന്നതുമായ സംവിധാനമാണ് കൂടാരം. അതിൽ ഉൾക്കൊള്ളുന്ന വലിയൊരർത്ഥമുണ്ട്, താൽക്കാലികം, ടെമ്പററി. അപ്പോൾ പഴയ നിയമത്തിൽ മരണത്തെക്കുറിച്ച്, ജീവിതത്തെക്കുറിച്ചുള്ള ആദ്യത്തെ ദർശനം എന്ന് പറയുന്നത് മനുഷ്യ, നീ ഈ ലോകത്തിൽ താൽക്കാലികനാകുന്നു എന്നുള്ളത്. രണ്ടാമത്തെ ഹൈലൈറ്റ് യാക്കോബിന്റെ ജീവിതത്തിൽ നോക്കുന്ന സമയത്താണ് കാണുന്നത്. ജോസഫിനെ തേടി യാക്കോബ് മക്കളും പരിവാരവുമായി അവിടേക്ക് പോകുന്നു, മിസ്രൈമിലേക്ക്. അവിടെ ചെല്ലുമ്പോൾ ഫറവോന്റെ കൊട്ടാരത്തിൽ വെച്ച് ഫറവോൻ യാക്കോബിനെ കാണാൻ വരുന്ന ഒരു കാഴ്ചയുണ്ട്. അവിടെ വന്ന തല കുമ്പിട്ട് നിന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഹൗ ഓൾഡ് ആർ യു? എത്ര വയസ്സായി എന്ന മലയാളത്തിൽ ഭാഷാന്തരം. അന്ന് അദ്ദേഹത്തിന് 130 വയസ്സുണ്ട്. പക്ഷേ ഉത്തരം നേരെ കൊടുത്തില്ല. 130 വയസ്സായി എന്ന് യാക്കോബ് പറഞ്ഞില്ല, മറിച്ച് പറഞ്ഞു, എൻ്റെ പരദേശ പ്രയാണവാസം കാലം 130 സംവത്സരം. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ ഹൈലൈറ്റ്. മരണാനന്തര ജീവിതത്തെക്കുറിച്ച് പഴയ നിയമത്തിലുണ്ടായിരുന്ന രണ്ടാമത്തത്. ഞാൻ ഇവിടെ പരദേശവാസിയാണ് എന്ന് പറയുമ്പോൾ ഈ ഭൂമി എനിക്ക് സ്വന്തമായിട്ടുള്ളതല്ല. ഞാൻ ഇവിടെ താൽക്കാലികനായി വന്നവനാണ്. ഇനി ഈ ദേശം ഉപേക്ഷിച്ച് മടങ്ങിപ്പോകേണ്ടവനാണ്. അതുകൊണ്ടാണ് അവിടുത്തെ രണ്ടാമത്തെ ഹൈലൈറ്റ്, എൻ്റെ പരദേശ പ്രയാണകാലം 130 സംവത്സരം. മൂന്നാമത്തത് നമ്മൾ കാണുന്നത് ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം അവസാനത്തെ അധ്യായത്തിലാണ്. അവിടെ പറയുന്നു, ഒരു വാഗ്ദാനത്തോടു കൂടി ചേർത്ത് വെച്ചുകൊണ്ട് പറയുന്നു, നീയോ ദാനിയേലേ ഇപ്പോൾ സമാധാനത്തോടെ പൊയ്ക്കൊള്ളുക,
കാലാവസാനം വരുമ്പോൾ നിന്റെ ഓഹരി ലഭിക്കുന്നതിന് വേണ്ടി, ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി നീ പൊടിയിൽ നിന്ന് എഴുന്നേറ്റു വരും. അവിടെ പറയുന്നത് നീ താൽക്കാലികനാണ്, നീ പരദേശ പ്രയാണം ചെയ്യുന്നവനാണ്. പക്ഷേ നിന്റെ ഭൗതിക ശരീരം മണ്ണോട് മണ്ണ് ചേർന്ന് കഴിഞ്ഞാൽ ഒരിക്കൽ കാഹളനാദത്തിങ്കൽ നീ ഉയർത്തെഴുന്നേറ്റു വരും. എന്തിന്? ദൈവം തമ്പുരാൻ വാഗ്ദത്തം ചെയ്തിട്ടുള്ള ഓഹരി ലഭ്യമാക്കുവാൻ, കർത്താവിൻ്റെ കയ്യിൽ നിന്ന് സ്വീകരിക്കുവാൻ. ഇത് പഴയ നിയമത്തിൻ്റെ ഉൾക്കാഴ്ചയാണ്. ലാസറിൻ്റെ കബർ കുടീരത്തിലേക്ക് ഒരു നിമിഷം ഞാൻ നിങ്ങളെ കൊണ്ടുപോകട്ടെ. ക്രിസ്തു അവിടെ നിന്ന് പറഞ്ഞു, ലാസർ മരിച്ചിട്ടില്ല. മനുഷ്യർ ചിരിച്ചു, അടക്കം പറഞ്ഞു. ഇവനെന്ത്? നസറായൻ പറയുന്നു, മരിച്ച് അടക്കി 4 ദിവസം കഴിഞ്ഞു. നാറ്റം വെച്ച് കഴിഞ്ഞപ്പോഴും നസറായക്കാരനായ ക്രിസ്തു വന്നിട്ട് പറയുകയാണ് ഇവൻ മരിച്ചിട്ടില്ല എന്ന്. പിന്നെ എന്താ വിശേഷം? ക്രിസ്തു പറഞ്ഞു മരിച്ചിട്ടില്ല, അവൻ ഉറങ്ങുകയത്രേ. അപ്പോൾ പഴയ നിയമകാലത്തോളം കടന്ന ക്രിസ്തുവിൻ്റെ കാലഘട്ടം എത്തുന്നത് വരെ മരണത്തിനുണ്ടായിരുന്ന ഒരേ ഒരു പേര് മരണമെന്നായിരുന്നു. എന്ന് വെച്ചാൽ ഭൗതിക ശരീരത്തിൽ നിന്ന് ആത്മാവ് വേറിട്ട് പോകുന്ന അനുഭവം മരണം. നമ്മളെല്ലാം പഠിച്ചു വെച്ചിരിക്കുന്ന അങ്ങനെ. ക്രിസ്തു പറഞ്ഞു അല്ല, ഇനി നിങ്ങൾ ഈ അനുഭവത്തെ നോക്കി മരണമെന്ന് പറയരുത്, ഇത് ഉറക്കമാണ്. ഇത് ഉറക്കമാണ്. ഉറങ്ങുന്നവന് മാത്രമേ ഉണർന്നെഴുന്നേൽക്കുവാൻ കഴിയുകയുള്ളൂ. രണ്ടാമത്തെ വരവെങ്കിൽ കാഹളം ധ്വനിക്കുമ്പോൾ ശബ്ദം കേട്ട് ഉണരണമെങ്കിൽ അവൻ മരിച്ചാൽ സത്യമാകുകയില്ല. പിന്നെ എന്ത് ചെയ്യണം? ഉറങ്ങണം. അപ്പോൾ ജെയിംസ് ഇപ്പോൾ എന്ത് ചെയ്യുകയാണ്? ഉറങ്ങുകയാണ്. എന്തിനു വേണ്ടി? കർത്താവിൻ്റെ കയ്യിൽ നിന്ന് ഓഹരി പ്രാപിക്കുന്നതിന് വേണ്ടി എഴുന്നേറ്റ് വരുന്നത്. ഞാൻ യാത്ര ചെയ്യും, വിൽമിങ്സ്റ്റണിലാണ്, ന്യൂജേഴ്സിയിലാണ് താമസിക്കുന്നത്. യാത്ര ചെയ്ത് വരുന്ന സമയത്ത് അവിടെ ഒരു പള്ളിയുണ്ട്. ആ പള്ളിയുടെ, അമേരിക്കൻ പള്ളി, ആ പള്ളിയുടെ മുൻപിൽ ഒരു സൈൻ ബോർഡ് എല്ലാ ആഴ്ചയിലും മാറ്റി മാറ്റി എഴുതിക്കൊണ്ടിരിക്കുക. അതിൽ ഒരു ദിവസം കണ്ട ഒരു ബോർഡ് ഇങ്ങനെയാണ്: വേഗത്തിൽ ഓടുന്നവൻ മുന്നമേ ഡെസ്റ്റിനേഷനിലെത്തും. വേഗത്തിൽ ഓടുന്നവൻ മുന്നമേ നിശ്ചിത സ്ഥാനത്ത് എത്തിച്ചേരും. നമ്മളെല്ലാം ഇപ്പോൾ ഇവിടെ ഇരിക്കുകയാണ്. എനിക്ക് ഒന്നേ ദുഃഖാർത്ഥരായ കുടുംബാംഗങ്ങളോട് പറയുവാനുള്ളൂ, ജെയിംസ് അല്പം വേഗത്തിലോടി. ഓട്ടം വേഗത്തിലാക്കി. അതിൻ്റെ ഫലമായി നമുക്ക് മുന്നമേ പോയി. ഇനിയിപ്പോൾ ഒന്നേ ഉള്ളൂ, കാഹളം ധരിക്കട്ടെ, അതിനായി കാത്തിരിക്കാം. കർത്താവിൻ്റെ കയ്യിൽ നിന്ന് പ്രതിഫലം വാങ്ങുന്നതിന് വേണ്ടി ഉയർത്തെഴുന്നേറ്റ് വരുന്ന സമയം, അതിനായി നമുക്ക് കാത്തിരിക്കാം. ലില്ലിക്കുട്ടി, സുനു, സഹോദരങ്ങളെ, നിങ്ങളുടെ ദുഃഖത്തിൽ ഞാൻ പങ്കുചേരുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു പരിമിതിയുണ്ട്. പക്ഷേ ഹൃദയംഗമായി എനിക്ക് വേദനയുണ്ട്. ജെയിംസിൻ്റെ ജീവിതത്തിൻ്റെ ഓരോ അനുഭവങ്ങൾ ഓർക്കുമ്പോൾ, സ്കൂളിൽ പഠിച്ച നാളുകൾ, വട്ട് കളിക്കുന്ന സമയം, പറയേണ്ടി കളിക്കുന്ന സമയം, ഓടി നടക്കുന്ന സമയം, കിളിത്തട്ട് കളിക്കുന്ന സമയം, അതിൻ്റെ ഓർമ്മ എന്ന് പറയുന്നത് വളരെ ശക്തമാണ്. 2 ദിവസങ്ങളായി ഞാൻ കിടക്കുമ്പോൾ എൻ്റെ മനസ്സിൽ കൂടി ഇതൊക്കെ ഓടി എത്തി. മീൻ പിടിക്കാൻ പോകുന്ന കാര്യം, അനേകം നാട്ടിൻപുറത്തെ ജീവിതമല്ലേ. ഇതിലൊക്കെ ജെയിംസിൻ്റെ, ഇവിടെ ആരോ പറഞ്ഞു ജെയിംസ് തമാശക്കാരനാണ്. ശരിയായിരുന്നു. അവിടെ ഇവിടെ എല്ലാം ഓരോ കൊച്ചു തമാശകളും. ക്രിസ്മസിന് വിളക്കം പിടിച്ചുകൊണ്ട് പോകുമ്പോൾ, പെരുവിന്, ബാലേന സഖ്യം, യുവജന സഖ്യം, ഇതിനൊക്കെ പോകുമ്പോൾ എവിടെയും ഉണ്ടായിരുന്നു ജെയിംസിൻ്റെ നിറസാന്നിധ്യം. എവിടെയും ഓരോ തമാശൻ്റെ അമിട്ട് പൊട്ടിക്കുമായിരുന്നു ജെയിംസ്. അങ്ങനെയായിരുന്നു ജെയിംസ്. ഒരിടത്തും ഒരുത്തരും മാറ്റി നിർത്തില്ല. സഹായിക്കുവാൻ എവിടെയും ഒരു സഹായത്തിൻ്റെ കൈയുമായി ജെയിംസ് ഉണ്ടായിരുന്നു. നിശ്ചയമായിട്ടും അത് ഒരിക്കലും കണ്ടില്ല എന്ന് പറയാൻ സാധ്യമല്ല. അതായിരുന്നു ജെയിംസിൻ്റെ വ്യക്തിത്വം. റാംകുട്ടി, സഹോദരികൾ, ലില്ലിക്കുട്ടി, ഒന്നേ എനിക്ക് പറയുവാനുള്ളൂ, കാഹളം ധ്വനിക്കുന്നത് വരെ നമുക്ക് ക്ഷമിക്കാം. അതിനു മുമ്പായി നാം ഓരോരുത്തരും ഇവിടെ ഒന്ന് പോയെന്ന് വരും. തീർച്ചയായും കർത്താവിൻ്റെ വരവ് എപ്പോഴും നമുക്കറിയില്ല, പക്ഷേ കാത്തിരിക്കാം. അതുകൊണ്ട് കാഹളം ധ്വനിക്കുന്നത് വരെ അദ്ദേഹം വിശ്രമിച്ച് പൊടിയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് വരട്ടെ. പുതിയ ശരീരത്തോടുകൂടെ തേജസ്വരൂപിയായി കർത്താവിൻ്റെ കയ്യിൽ നിന്ന് കിരീടം പ്രാപിപ്പാൻ തക്കവണ്ണം ഇടയാകട്ടെ. ദുഃഖത്തിലായ നിങ്ങൾക്ക് ഞാൻ എൻ്റെ എല്ലാ അനുശോചനവും അറിയിക്കുന്നു.
പിതാവിൻ പക്കലേക്ക് പോയിടുന്നു ഞാൻ മുതാ. സ്നേഹമുള്ള നിങ്ങളോട് ചൊല്ലിടുന്നു യാത്ര ഞാൻ എൻ പിതാവിൻ പക്കലേക്ക് പോയിടുന്നു ഞാൻ മുതാ. ഊഴിയായ ദേഹവും മായയാർന്ന ലോകവും വേർപിരിഞ്ഞു പോയിടുന്നു
ക്ലേശമേതുമേറ്റിടാത്ത ശാന്തി ഭൂമി പൂകിടാൻ പോയിടുന്നു ഞാൻ മുതാ. വിശുദ്ധരൊത്തു വാഴുവാൻ ഈശനെ പുകഴ്ത്തുവാൻ ദൈവദൂതരൊത്തു നിത്യ ത്രിത്വഗീതി പാടുവാൻ. ധന്യമായി ജീവിതം പോൽ കാമ്യമായതൊന്നുമേ ഇല്ല മണ്ണിലെന്നു നിങ്ങൾ എന്നുമേ സ്മരിക്കണേ. ശക്തിയോ പ്രതാപമോ വിദ്യയോ സമൃദ്ധിയോ നൽകിയില്ല തെല്ലുമേ ശാന്തിയന്ത്യവേളയിൽ. കാമകോപലോഭമോഹമൊക്കെ നീക്കി ലോകരെ ദാനമേകി ധന്യജീവിതം സദാ നയിക്കുവിൻ. തമ്പുരാന്റെ മുൻപിൽ ഞാൻ ഇമ്പമാർന്നു നിങ്ങളെ ഓർത്തിടാം സദാപി നിങ്ങൾ എന്നെയും സ്മരിക്കണേ. സ്നേഹമുള്ള നിങ്ങളോട് ചൊല്ലുക